ഇന്ന് ആണ്ടുവട്ടത്തിലെ 18-ാം ഞായറിൽ നാം പ്രവേശിക്കുന്നു. മനുഷ്യൻ ദൈവത്തിനെതിരെ പിറുപിറുക്കുമ്പോഴും അവരെ പോറ്റുന്ന ദൈവത്തെ പുറപ്പാട് പുസ്തകം 16:2-4 വിവരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 4:24 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ദാഹമോ വിശപ്പോ ഉണ്ടാകുകയില്ല എന്ന് ക്രിസ്തു തന്നെ പ്രതിപാദിക്കുന്നു. ദൈവത്തിനെതിരായി മനുഷ്യൻ പിറുപിറുക്കുന്നത് പണ്ട് മുതലേ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നു. തൻ്റെ ജനത്തിന് മന്ന പൊഴിച്ച ദൈവം തൻ്റെ പുത്രനിലൂടെ സ്വന്തം ശരീരം തന്നെ നൽകുവാൻ തീരുമാനിച്ചു. അങ്ങനെ ക്രിസ്തു സ്വയം ഇല്ലാതായി മനുഷ്യന് തൻ്റെ നിണവും മാംസവും നൽകി. അങ്ങനെ അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്ന നമുക്ക് പുതുജീവൻ ഉണ്ട് എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്ന സത്യം ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഇന്നത്തെ വായനകൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിനെതിരായും സഹോദരങ്ങൾക്കെതിരായും പിറുപിറുക്കുകയും ലഭിച്ചതിൽ നന്ദിപൂർവം സ്വീകരിക്കാതെ നന്ദിയില്ലാത്തവരായി ജീവിക്കുകയും ചെയ്ത നിമിഷങ്ങളെ ഓർക്കാം. നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ എന്തിന് അഹങ്കരിക്കണം എന്ന വചനവും നമുക്ക് സ്മരിക്കാം. എല്ലാം ദാനമായി നൽകിയ ദൈവത്തെ ഒരിക്കലും മറക്കാതിരിക്കുവാനും ദൈവം നൽകുന്നതെന്തും പിറുപിറുപ്പ് കൂടാതെ സ്വീകരിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജീവനുള്ള ദൈവത്തെ സ്പർശിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന നമുക്ക് ദൈവത്തിൽ ജീവിക്കുന്ന മനുഷ്യരായി മാറാം.